പളനി ശബരിമല ദേശീയപാതയെക്കുറിച്ച് UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് നടത്തിയ പ്രതികരണം സ്വന്തം പിടിപ്പുകേടിന്റെ ജാള്യത്തെ മറയ്ക്കാനാണെന്ന് രേഖകൾ ഉത്തരം പറയുന്നു. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഇടുക്കിയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾക്ക് ഡീൻ കുര്യാക്കോസ് തുടർച്ചയുണ്ടാക്കിയില്ല എന്ന ആരോപണം ശക്തമാകുന്നതിനിടയിലാണ് ഡീൻ കുര്യാക്കോസിന്റെ തെറ്റായ വാദം. UDF അനുകൂല സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ ഇടാൻ തയ്യാറാക്കിയ വീഡിയോയിലൂടെയാണ് UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ആരോപണം ഉന്നയിച്ചത്. പഴനി ശബരിമല ദേശീയപാത കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതാണെന്നും അത് സംബന്ധിച്ചുള്ള ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ ലഭ്യമായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെയും മുൻ MP-യുടെയും ഭാഗത്തു നിന്നുള്ള ഒരു ക്യാമ്പയിനിങ് നമ്മുടെ മണ്ഡലത്തിലുണ്ട്. ഈ പദ്ധതിക്ക് ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവൽ ലഭിച്ചിട്ടില്ല. എന്നാൽ ഇത് MP എന്ന നിലയിൽ ഡീൻ കുര്യാക്കോസിന്റെ പിടിപ്പുകേട് മറയ്ക്കാൻ വേണ്ടി മാത്രം തയ്യാറാക്കിയ വീഡിയോ ആണ് എന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. പളനി ശബരിമല റോഡിനായി പാർലമെന്റിൽ ആവശ്യം ശക്തമായി ഉന്നയിച്ചതിന് ശേഷമാണ് ജോയ്സ് ജോർജ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് അപേക്ഷ നൽകിയത്. Sir, I suggest a route from Palani to Shabarimala through Kulumam, Kurichikota, Chinnar, Marayur, Munnar, Nedungandam, Komli and Mundakayam through Erimeli, Shabarimala route. And my friend Mr. Udaykumar is also happy to support me in this establishing this in this new national highway between Palani and Shabarimala, sir. മന്ത്രി കൊടുത്ത മറുപടി കത്തിൽ മൈ മിനിസ്ട്രി ഹാസ് അപ്രൂവ്ഡ് ഇൻ പ്രിൻസിപ്പിൾ ദ എബവ് റോഡ് പ്രൊജക്ട്സ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം കേരള ഗവൺമെൻറ് പൊതുമരാമത്ത് വകുപ്പ് NH ഡിപ്പാർട്ട്മെൻറ്റിനോട് DPR തയ്യാറാക്കി നൽകാനും ആവശ്യപ്പെടുന്നു. അതിന് പ്രകാരം സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് NH ഡിപ്പാർട്ട്മെൻറ്റ് 2150 കോടി രൂപയുടെ DPRും തയ്യാറാക്കി നൽകി. ഇതുമാത്രമല്ല, മൂന്നാർ ബോഡിമെട്രോ റോഡിൻ്റെ ഉദ്ഘാടനത്തിനായി മൂന്നാറിലെത്തിയപ്പോൾ 2019 ഈ റോഡിൻ്റെ പണി ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രസംഗത്തിൽ പറയുകയും ചെയ്തു. 2019 ഡീൻ കുര്യാക്കോസ് MP ആവുകയും പദ്ധതിയുടെ ഫോളോ അപ്പ് ഇല്ലാതാവുകയും ചെയ്തു. ഇത്തരത്തിൽ ജോയ്സിൻ്റെ കാലത്ത് തത്വത്തിൽ അംഗീകാരം കിട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നിരവധി പദ്ധതികളാണ് തുടർ പരിശ്രമങ്ങളില്ലാതെ ഡീൻ കുര്യാക്കോസിൻ്റെ കാലത്ത് മുടങ്ങിപ്പോയത്. കൈരളി ന്യൂസ്, ഇടുക്കി.